ഞാൻ ഏഞ്ചൽ ഡി മരിയയുടെ വലിയ ഒരു ആരാധകനാണ്. ഫ്ലിക്ക് പറയാണ്, ബാഴ്സലോണയുടെ പരിശീലകൻ ഫ്ലിക്ക്, അതായത് ബാഴ്സലോണയും ബെനഫിക്കയും ചാമ്പ്യൻസ് ലീഗിൽ മത്സരിക്കുന്നതിന് മുന്നോടിയായാണ് ഈ ഒരു സംസാരം ഫ്ലിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ ഒരു ഏജിലും ഏഞ്ചൽ ഡി മരിയയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഈ ഒരു ഏജിലും അദ്ദേഹം കളിക്കുന്ന അത്രയും മികച്ച പ്രകടനം, അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ചാണ് ഫ്ലിക്ക് പറഞ്ഞത്. ഈ ഒരു വയസ്സിലും അദ്ദേഹം കാണിക്കുന്ന പ്രകടനം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ഫാനാണ്. അതായത് ഏഞ്ചൽ ഡി മരിയ ബെനഫിക്കയിൽ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരം കളിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹം ബെനഫിക്കയിൽ മികച്ച ഒരു പെർഫോമൻസ് ഓരോ മത്സരത്തിലും അദ്ദേഹം കളത്തിലിറങ്ങുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സക്കെതിരെ, ഫ്ലിക്കിൻ്റെ ബാഴ്സക്കെതിരെ ഇറങ്ങുന്നതിന് മുന്നോടിയായാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത് ഏഞ്ചൽ ഡി മരിയയെക്കുറിച്ച്. ഡി മരിയ കളിക്കണം, അദ്ദേഹം ഒരു മികച്ച ഒരു കളിക്കാരനാണ്. ഈ ഒരു ഏജിലും അദ്ദേഹം കാണിക്കുന്നത് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആരാധകനാണ് എന്നാണ് ഫ്ലിക്ക് പറഞ്ഞത്. ഏതായാലും അർജന്റീന നാഷണൽ ടീമിലേക്ക് തിരിച്ചു വിളിച്ചേക്കും ഏഞ്ചൽ ഡി മരിയ. അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അർജന്റീന താരങ്ങൾ ശ്രമിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം മികച്ച നിലയിൽ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത്. ഒരു വേൾഡ് കപ്പ് വരെ, അടുത്ത വേൾഡ് കപ്പ് വരെയെങ്കിലും അദ്ദേഹത്തിന് കളിക്കാൻ സിമ്പിളായിട്ട് ലയണൽ മെസ്സിയുടെ കൂടെ കളിക്കാനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിലൊന്നും കൺഫർമേഷൻ ഒന്നും ഇല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയർ ഇപ്പോഴും ബെറ്ററായിട്ട് നമ്മളൊക്കെ അദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടത്, കളത്തിലിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ പെർഫോമൻസാണ് നമ്മൾ കാണുന്നത്. ആ ഒരു പെർഫോമൻസിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ കളത്തിൽ നിറഞ്ഞാടുകയാണ് ബെനഫിക്കക്ക് വേണ്ടിയിട്ട്, അല്ലേ?